പ്രശസ്ത എഴുത്തുകാരെയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്തി പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ഡൽഹി ഗവർണർ നൽകിയിരിക്കുകയാണ്. 14 വർഷം മുൻപ് അവർ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിലാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ നടപടികൾ. കശ്മീരിനെ കുറിച്ച് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, അരുന്ധതി റോയ് എന്ന് പറയുന്ന എഴുത്തുകാരി, ആക്ടിവിസ്റ്റ്, അവർ ഉയർത്തുന്ന രാഷ്ട്രീയം, അവർ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ്, പല വിഷയങ്ങളിൽ അവർ പറയുന്ന അഭിപ്രായം, അതൊക്കെ ഭരണകൂടത്തെ പലതരത്തിലും അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അരുന്ധതി റോയിനെ പൂട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായി കണ്ടാൽ മതിയോ? അത് തന്നെയാണ്. കാരണം ഇത് 2010 നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗം നടക്കുന്നത് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. അതായത് ആസാദി എന്ന പേരിലാണ് ആ പ്രസംഗം, ആ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. അവിടെ സയ്യിദ് അബ്ദുറഹ്മാൻ ഗിലാനി എന്നറിയപ്പെടുന്ന പാർലമെൻറ്റ് ആക്രമണ കേസിൽ പ്രതിയേർക്കപ്പെടുകയും പിന്നീട് വിട്ടയക്കപ്പെടുകയും ആ കേസ് നടന്നുകൊണ്ടെങ്കിൽ തന്നെ മരിക്കുകയും ചെയ്ത ആളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന മറ്റൊരാൾ സയ്യിദ് അലിഷാ ഗിലാനി, അദ്ദേഹവും പങ്കെടുക്കുന്നു. അദ്ദേഹം ഹുറിയത്ത് നേതാവാണ്. അപ്പോൾ ആ പ്രസംഗത്തിൽ അരുന്ധതി റോയ് പറഞ്ഞത് എന്താണ്, അതിൻ്റെ വീഡിയോ നമുക്കിപ്പോൾ ലഭ്യമല്ല. നമുക്കിപ്പോൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമായത് അതിൻ്റെ വെർബാറ്റം അന്ന് തന്നെ 2010 തന്നെ ദി ഹിന്ദുവും അതുപോലെ ഫ്രണ്ട് ലൈനും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞത്, എക്സാക്റ്റ് വേർഡ്? അവർ പറയുന്നത് ഒരിക്കലും കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമല്ല എന്നവർ പ്രസംഗിച്ചു എന്നാണ് ഈ പരാതിക്കാരൻ്റെ ആരോപണം. അതിൻ്റെ പേരിലാണ് FIR ഇട്ടിട്ടുള്ളത്. അവരങ്ങനെ പ്രസംഗിച്ചിട്ടേ ഇല്ല പ്രസംഗത്തിലൂടെ. അതിൽ പറയുന്നൊരു കാര്യം, ഞാനൊരിക്കൽ കശ്മീരിൽ പോയിരുന്നു. കശ്മീരിൽ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആണെന്ന് തോന്നുന്നു ഒരു മാധ്യമപ്രവർത്തകർ മുമ്പിൽ, റാഞ്ചി അപ്പോൾ അവർ എൻ്റെ മുമ്പിലേക്ക് മൈക്ക് നീട്ടിക്കൊണ്ട് 5 പ്രാവശ്യം ചോദിച്ചു, കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ അല്ലേ? അപ്പോൾ അസ്വസ്ഥപ്പെടുത്തും വിധം മൈക്ക് 5 പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന് ഇന്ത്യ പോലും ലോകവേദികളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായത് എന്നതിനെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുണ്ട്. പിന്നെ ഇത് എന്നോട് ചോദിക്കുന്നത് എന്തിനാണെന്ന് ആ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചെന്ന് അവർ പ്രസംഗിക്കുകയാണ്. അതിനർത്ഥം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നവർ പ്രസംഗിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ മറ്റൊന്ന് ആസാദിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ആസാദിയെക്കുറിച്ച് പറയുന്നതിൽ ഏറ്റവും ആസാദി എന്ന് ആ വാക്ക് പ്രത്യേകമായ രാഷ്ട്രീയ കൊണോട്ടേഷൻ നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്നത് ഇപ്പോൾ കശ്മീരിൽ ആസാദി വേണം എന്നാണ് പറയുന്നത്. കശ്മീരിൽ ആസാദി വേണമെന്ന് പറയുമ്പോൾ അരുന്ധതി റോയ് പ്രസംഗിക്കുന്നത് വളരെ കാവ്യാത്മകമായിട്ടാണ്. അവർ പറയുന്നത് കശ്മീർ എന്ന ഭൂപ്രദേശത്തിന് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് ആസാദി വേണം എങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിന് കശ്മീരിൽ നിന്നും ആസാദി വേണം. അവരത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 7 ലക്ഷം, അതായത് ഏതാണ്ട് 1.5 കോടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നേരിടാൻ 7 ലക്ഷം പട്ടാളക്കാരുള്ള ലോകത്തെ ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കശ്മീർ. എങ്കിൽ കശ്മീരിൽ നിന്ന് ഇന്ത്യക്കും ആസാദി വേണം. അവർ പറയുന്നത് എന്താണ്? പട്ടാളത്തെ അവിടെ നിന്ന് പിൻവലിക്കണം. അതാണ് അവർ ഉദ്ദേശിക്കുന്ന ആസാദി. അതുപോലെ ഈ പട്ടാളത്തിൻ്റെ അമിതാധികാര പ്രയോഗത്തിനെതിരെ അവർ സംസാരിക്കുമ്പോൾ തന്നെ അന്നത്തെ, ഞാൻ ഈ 2010 പ്രധാനപ്പെട്ട കാര്യം പറയാൻ, അന്ന് P. ചിദംബരമാണ് ആഭ്യന്തരമന്ത്രി. അന്ന് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന പേരിൽ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള വലിയ ഓപ്പറേഷൻ നടക്കുന്ന സമയമാണ്. മാവോയിസ്റ്റുകൾ പിടിക്കാനെന്ന് പറഞ്ഞാൽ അവിടെ ആദിവാസികൾ വെടിവെച്ചില്ല, ആദിവാസികൾ പിടിച്ച് അകത്തിടുക എന്നുള്ളതാണ് അന്നത്തെ ഈ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന സമയത്താണ് ഇവർ പറയുന്നത്, ഇത്തരത്തിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ആയുധം ഉപയോഗിച്ച് അതിൻ്റെ പൗരന്മാരെ കൊന്നൊടുക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അത് കശ്മീരിലുണ്ട്, അത് ജാർഖണ്ഡിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, മണിപ്പൂരിലുണ്ട്, നാഗാലാൻഡിലുണ്ട്. എങ്കിൽ ഇത്തരം സ്റ്റേറ്റിനെതിരായിട്ടുള്ള ആ രാജ്യത്തെ നിരായുധരായ പവർലെസ് ആയിട്ടുള്ള പൗരന്മാരുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഏകോപനം വേണം എന്നവർ പറയുന്നുണ്ട്. ഇതിലെന്താണ് രാജ്യദ്രോഹമുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവർക്കെതിരെ UAPA ചുമത്തിയെന്ന് പറയുന്നു. UAPA ചുമത്തപ്പോൾ 153A എന്ന വകുപ്പ് ഇടാം. അതായത് ആളുകൾക്കിടയിൽ, ഇതിലെവിടെയാണ് ആളുകൾക്കിടെ എനിമിറ്റി? അവർ എനിമിറ്റി ഉണ്ടാക്കാനല്ല പറയുന്നത്, ആളോട് സോൾഡാരിറ്റിയാണ് പറയുന്നത്, ആളോട് ഐക്യപ്പെടാനാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ UAPA എങ്ങനെ വരുമെന്നുള്ളതാണ്. ഇപ്പോൾ UAPA നമുക്ക് കേരളത്തിലാണ്, കേരളത്തിൽ പ്രസംഗിച്ചതിൻ്റെ പേരിൽ UAPA അർത്ഥപ്പെട്ട 2 പേരുണ്ട് കേരളത്തിൽ. പിന്നീട് ആ UAPA ഒക്കെ തള്ളിക്കളയായിരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ് UAPA വരിക എന്നുള്ളത് നമുക്കറിയില്ല. നേരത്തെ 153A വകുപ്പുകൾ, IPC വകുപ്പുകൾക്ക് നേരത്തെ തന്നെ ഈ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ അനുമതി കൊടുത്തിരുന്നു. ഈ UAPA ചർത്താൻ കൂടി അനുമതി കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് UAPA അട്രാക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് സെഡീഷൻ ലോ, രാജ്യദ്രോഹ കുറ്റം. രാജ്യത്തെ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്ന വിധം, അനിഷ്ടമുണ്ടാക്കുന്ന വിധം എന്തെങ്കിലും പറയുകയോ ചെയ്യുക എന്നുള്ളതാണ് രാജ്യദ്രോഹ കുറ്റം. രാജ്യദ്രോഹ കുറ്റം ഓൾറെഡി തന്നെ ഫ്രീസ് ചെയ്തേക്കാണ്. അത് ഭരണഘടനാ ബെഞ്ചിന് സുപ്രീം കോടതി വിട്ടിരിക്കുകയാണ്. ഇത് 2010 കേസാണ്. ആ കേസിൽ എങ്ങനെയാണ് UAPA ചാർത്തുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് 1-2 മോദി സർക്കാരുകൾ എങ്ങനെയായിരുന്നു, അമിത്ഷാ എങ്ങനെയായിരുന്നു ആ സർക്കാരുകൾ, അതിൽ ഒരു മാറ്റവും അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഒരു ടോക്കൺ ആയിട്ടുള്ള ഈ സംഭവത്തെ കണ്ടു.
ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം രാജ്യത്തെ എഴുത്തുകാരെ, ചിന്തകരെ, ആക്ടിവിസ്റ്റുകളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ആളുകളൊക്കെ കൽത്തുറങ്കലിലേക്ക് പോകുക. നമുക്കറിയാം ജയിലിൽ കിടന്ന് മരിച്ച ആളുകളുണ്ട്. കോടതി ഇടപെടൽ മൂലം പുറത്തേക്ക് വരാൻ കഴിഞ്ഞവരുണ്ട്, ജയിലിൽ ഇപ്പോഴും കഴിയുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലും ഈ കേന്ദ്രത്തിൻ്റെ അനിഷ്ടം പിടിച്ചു പറ്റിയ ഒരാൾ തന്നെയാണ് അരുന്ധതി റോയ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഡൽഹിയിൽ പത്രസ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ വലിയ സമരങ്ങളൊക്കെ നടന്നപ്പോൾ ഈ ന്യൂസ് ക്ലിക്കിൻ്റെ റെയ്ഡുമൊക്കെ ബന്ധപ്പെട്ട് നടന്ന സമയത്തൊക്കെ അന്ന് ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെയൊക്കെ മുൻനിരയിൽ ഇവർ ഉണ്ടായിരുന്നു. അന്ന് വളരെ ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതികാര നടപടിയായി കണ്ടാൽ മതിയോ? 14 വർഷമായി ഈ പ്രസംഗം നടത്തിയിട്ട് എന്ന് ഓർക്കണം. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ 2014 മെയ് 26 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2014 ജൂൺ 2 ഈ പൂനെയിൽ ഒരു മഹ്സിൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു IT എഞ്ചിനീയറെ ആൾക്കൂട്ടം എന്ന് നമ്മൾ പത്രഭാഷയിൽ വിശേഷിപ്പിക്കുന്ന സംഘ് പരിവാർ മോബ് തല്ലിക്കൊല്ലുന്നുണ്ട്. ഹോക്കി സ്റ്റിക്കുകളും വടികളൊക്കെ ആയിട്ട് അടിച്ചു കൊല്ലുന്നുണ്ട്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തി കൃത്യം ഒരാഴ്ച പിന്നിടുന്ന ദിവസം എന്തിനാണ് അങ്ങേരെ കൊന്നു വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവിടെ നിന്ന് സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മഹ്സിൻ ഷെയ്ഖായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സംഘടനാ ബന്ധമോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമല്ല, അത് IT എഞ്ചിനീയറാണ്. അപ്പോൾ ഈ മഹ്സിൻ ഷെയ്ഖിനെ അടിച്ചു കൊന്ന സമയത്ത് അവിടെയുള്ള ഈ സംഘ് പരിവാർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചൊരു വാചകം ഇതായിരുന്നു: ഫസ്റ്റ് വിക്കറ്റ്, ഇന്നിങ്സ് തുടങ്ങി ഫസ്റ്റ് വിക്കറ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു ഒരർത്ഥത്തിൽ ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഈ ആൾക്കൂട്ട കൊലകളുടെ ഒരു പരമ്പര നടക്കുകയായിരുന്നു. രാജ്യം ചർച്ച ചെയ്തത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മറ്റേ അഖ്ലാഖിൻ്റെ, ദാദ്രിയിലെ അഖ്ലാഖിൻ്റെ കാര്യമാണ്. പിന്നെ അത് ചർച്ച ചെയ്യാത്ത വിധം നോർമൽ ആയി മാറി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ, ഛത്തീസ്ഗഡിൽ 2 മുസ്ലിം യുവാക്കളെ അവർ ട്രക്കിൽ പശുക്കളെ കൊണ്ടുപോകുമ്പോൾ ട്രക്ക് തടഞ്ഞു നിർത്തി അടിച്ചു കൊല്ലുകയാണ്. അഖ്ലാഖിനെ കൊന്നപ്പോൾ എന്തോരം ചർച്ചയുണ്ടായിരുന്നു, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ചർച്ച ഉണ്ടായിരുന്നു. ഈ 2 ചെറുപ്പക്കാരുടെ പേര് പോലും നമുക്കറിയില്ലല്ലോ. അതെന്താ നോർമലൈസ് ചെയ്യുകയാണ്. ഇവർ കൊല്ലപ്പെടേണ്ട ആളുകളാണ്. അതിനെ അവരെ കൊന്നു കഴിഞ്ഞാൽ തന്നെ ചോദിക്കാനൊന്നും ആരും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഒരു വശത്ത് അങ്ങനെ. അതേമാതിരി നേരത്തെ രേഷ്മ പറഞ്ഞ മാതിരി ഈ പറയുന്ന വിമത ശബ്ദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, വിയോജിപ്പുകൾ ഉന്നയിക്കുന്ന ആളുകൾ, അവരെ പതുക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അറസ്റ്റ് ചെയ്യും. ആദ്യം അങ്ങനെ അറസ്റ്റ് ചെയ്യുക ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരെയാണ് അറസ്റ്റ് ചെയ്യുക. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വലിയ തോതിൽ എതിർപ്പ് വരില്ല. ഇനി വല്ലവരും എതിർത്താൽ തന്നെ അവൻ ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. അതങ്ങനെ പോയി പിന്നെ അതിൻ്റെ ഒരു കൂട്ട ഇത് കാണുന്നത് ഭീമ കൊറേക്കാവ് കേസിലാണ്. ഭീമ കൊറേക്കാവ് കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു അനുഭവം ഇന്ത്യയിൽ അതിന് മുമ്പുണ്ടായിട്ടില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആക്ടിവിസ്റ്റുകൾ, എഴുത്തുകാർ, അക്കാഡമിക്കുകൾ, പത്രപ്രവർത്തകർ, ബുദ്ധിജീവികൾ, ഇവരൊക്കെ ഒന്നിച്ച് ഒരു കേസിൽപ്പെടുത്തി പൊക്കിയെടുത്ത് കൊണ്ടുപോയി അകത്തിട്ട കേസായിരുന്നു ഭീമ കൊറേക്കാവ്. അപ്പോൾ അതേക്കുറിച്ച് അതിൽ വിചിത്രമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ കൺസ്പയർ ചെയ്തു. അപ്പോൾ കൺസ്പയർ ചെയ്ത അതിൻ്റെ ഡോക്യുമെൻ്റ് ഇവരുടെ ഇതിൽ നിന്ന് കിട്ടി, ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയെന്നായിരുന്നല്ലോ ചാർജ്. അപ്പോൾ ആ ഡോക്യുമെൻ്റ് തന്നെ ഫോർജ്ഡാണ്, വ്യാജമായി ഉപയോഗിച്ച്, മാൾവെയർ ഉപയോഗിച്ച് ഇവരുടെ സിസ്റ്റത്തിൽ ഇൻജക്റ്റ് ചെയ്തതാണ് എന്ന് അമേരിക്കയിലൊരു ഫോറൻസിക് ലാബ് കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യർ കുറച്ച് ആളുകൾക്ക് ജാമ്യം കിട്ടി. പക്ഷെ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിന് തന്നെ ധാരാളം സംഭാവന അർപ്പിക്കാൻ കഴിയുന്ന മാനേജ്മെൻറ്റ് വിദഗ്ധരുണ്ട്, അധ്യാപകരുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. അവരിപ്പോൾ വർഷങ്ങളായി ജയിലിൽ കിടക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പിടിക്കുമ്പോഴും സ്പെയർ ചെയ്ത ഒരാളായിരുന്നു അരുന്ധതി റോയ്. ആക്ച്വലി ആ ഒരു ഗണത്തിൽ നിശ്ചയമായി പെടുത്താവുന്ന ഒരാളാണ് അരുന്ധതി. കാരണം അരുന്ധതി റോയ് അവർ വളരെ വോക്കലായിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ സംസാരിക്കുന്ന ആളാണ്. നമ്മളൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ അവരൊരു അനാർക്കിസ്റ്റാണ്, അരാജകവാദി. ഇപ്പോൾ അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു നെഗറ്റീവ് ഇതിലല്ല പറയുന്നത്. അരാജകവാദം എന്ന് പറയുന്നത് ഒരു ആശയധാരയാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അമിതാധികാര പ്രവണതകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്പം കൂടി ലൂസായ ഒരു സാമൂഹിക സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. ആ നിലക്കുള്ള ലോകത്ത് തന്നെ അറിയപ്പെട്ടുള്ള ഒരു അനാർക്കിസ്റ്റ് ഇൻ്റലക്ച്വലാണ് അരുന്ധതി റോയ്. അപ്പോൾ ഈ ഭീമ കൊറേക്കാവ് പോലെയുള്ള കേസുകളിലൊക്കെ എളുപ്പത്തിൽ പെടുത്താവുന്ന ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ അവരെ ഇങ്ങനെ ഒരിക്കലും കേസിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരെ പോലീസോ ED അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസികളോ വിളിച്ച് അന്വേഷിക്കുകയോ ഗ്രില്ല് ചെയ്യുകയോ ചെയ്യുന്നതൊന്നും നമ്മൾ കണ്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരുന്ധതി റോയിയുടെ ഒരു ബ്രാൻഡ്
അല്പം കൂടെ വ്യത്യസ്തമാണ്. അതെ. അവരൊരു ഇന്ത്യക്കപ്പുറം വളർന്നിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ലോകത്തെല്ലായിടത്തും അവർക്ക് ലിസണേഴ്സ് ഉണ്ട്. നമുക്ക് അവരുടെ വിദേശ യാത്രകൾ പോലും തടഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ഇപ്പോൾ സന്ന ഇർഷാദ് മട്ടു പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫിക്ക്. അവർക്ക് ആ അവാർഡ് മേടിക്കാൻ പോകാൻ പറ്റിയില്ലല്ലോ. കാശ്മീർ എന്നുള്ള ഒരു യുവ ജേർണലിസ്റ്റാണ് അവർക്ക് ആ നിലക്ക് യാത്രാ വിലക്കുകൾ വരാണ്. ഇവർ യാത്രാ വിലക്കുകളൊന്നുമില്ല. എന്നുവെച്ചാൽ അവരുടെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ആ ജാതി ആളുകളെയും പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റെസ്പോൺസ് എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ദ വാട്ടേഴ്സ് എന്നുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് 2010 കേസെടുത്തിട്ട്, അതും സെഡിഷൻ മാക്സിമം പോയാൽ സെഡിഷൻ ലോ മാത്രം അട്രാക്ട് ചെയ്യാൻ ശേഷിയുള്ള ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ UAP അടിക്കാൻ പോകുന്നത്. എന്തായിരിക്കും പ്രതികരണം എന്നറിയാനുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം വലിയ പ്രതികരണമൊന്നും ഇല്ലെങ്കിൽ അകത്തിട്ടേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ജിംസ് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത്. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങൾ ഉയരേണ്ടതുണ്ട്. അത് നിലനിൽപ്പിന്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.